തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്താൻ വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെട്ട സംഘം പരിശോധന നടത്തുകയാണ്. കാലടി പ്ലാന്റേഷനിലെ 2ാം ബ്ലോക്കിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. സൂരജ് സജി ചേരുന്നു. സൂരജ്, വിശദാംശങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാലടി പ്ലാന്റേഷനിലെ 2ാം ബ്ലോക്കിൽ ആ കാണുന്ന തുരുത്തിലാണ് കാട്ടാനയുള്ളത്. നേരത്തെ രാവിലെ നമ്മൾ ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. വെറ്റിലപ്പാറ 14-ൽ ഈ കാട്ടാന ഇറങ്ങിയതായിരുന്നു നമ്മൾ ആദ്യം വിട്ട ദൃശ്യം. അവിടെ നിന്ന് ആ വെറ്റിലപ്പാറ 14 ഈ പുഴയ്ക്ക് അക്കരെയുള്ള ഭാഗം. ആ വെറ്റിലപ്പാറ 14 ജനവാസ മേഖലയിൽ നിന്ന് ഈ പുഴ മുറിച്ച് കടന്ന് ആന ഇപ്പോൾ ഈ പുഴയോട് ചേർന്നുള്ള ഒരു തുരുത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പിന്റെ വെറ്റിനറി സംഘം അടക്കമുള്ളവർ ഈ മേഖലയിലെത്തി ഇപ്പോൾ ആനയെ പരിശോധിക്കുകയാണ്, ആനയെ നിരീക്ഷിക്കുകയാണ്. അതിൽ ഇവർ പ്രധാനമായും പറയുന്നത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥ സംഘവും അതോടൊപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടുന്ന ഈ സംഘം ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഈ മേഖലയിലൂടെ തന്നെ ഇറങ്ങി ഇവർ ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അല്പം മുമ്പ് അങ്ങോട്ട് പോയതാണ്. പക്ഷേ ആന കൂടുതൽ തുരുത്തിലേക്ക് ഉൾവലിഞ്ഞതോടുകൂടി തന്നെ ഈ ദൗത്യ സംഘം ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. അവർ ഇവിടെ നിന്ന് കുറച്ച് മാറി ഇതിലൂടെ തന്നെ മറുതലക്കൽ വരുന്ന മറ്റൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഈ പ്ലാന്റേഷന്റെ മറ്റൊരു വഴിയിലൂടെ ഈ ആന നിൽക്കുന്ന മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടി യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച ഒരു ദൗത്യ സംഘത്തെ നിയോഗിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്രി അടക്കം ഇവിടെ എത്തി ആനയ്ക്ക് ചികിത്സ നൽകും എന്ന വിവരമായിരുന്നു സർക്കാരിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ചത്. പക്ഷേ അതിൽ കടുത്ത എതിർപ്പ് ഇവിടുത്തെ പ്രാദേശിക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വാഴച്ചാലിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ആനയ്ക്ക് നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, ഇവിടെ വെറ്റിനറി ഡോക്ടർമാരുണ്ട്, അതുകൊണ്ട് തന്നെ അവർ പരിശോധിക്കട്ടെ, അവരുടെ പരിശോധന തൃപ്തികരമല്ലെങ്കിൽ മാത്രം അരുൺ സക്രിയ വന്നാൽ മതി എന്ന ഒരു എതിർപ്പ് ഇവിടെ നിന്ന് പ്രകടമാകുന്നു. അതാണ് ഈ അരുൺ സക്രിയ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് വൈകാൻ ഇടയാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ അരുൺ സക്രിയയും അതോടൊപ്പം തന്നെ കുങ്കിയാനകളും എല്ലാം എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ആനയുടെ മസ്തകത്തിലാണ് മുറിവേറ്റിട്ടുള്ളത്. അത് ഈ മസ്തകത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എയർ സെൽസ് ആണ്. ഈ എയർ സെൽസിൽ ഇൻഫെക്ഷൻ ഉണ്ടായതാണ് ആനയുടെ തലയിൽ നിന്ന് ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നത്. ഒന്നെങ്കിൽ അതിനകത്ത് ഈ എയർ സെൽസിൽ ഒരു മെറ്റലിന്റെ അംശം, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു വെടിയുണ്ട ഏറ്റതിന് അല്ലെങ്കിൽ വെടിയേറ്റതിന് സമാനമായ മുറിവാണ് ആനയുടെ മസ്തകത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മെറ്റലിന്റെ അംശം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ആയത്. അല്ലെങ്കിൽ ആനകൾ കുത്തുകൂടുന്ന സമയത്ത് ഈ കൊമ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു അംശം, അതായത് ഈ കൊമ്പിന്റെ അംശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അംശം മസ്തകത്തിൽ പെട്ടിട്ടുണ്ടാകാം, അതാണ് ഇൻഫെക്ഷൻ ആകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ മയക്കി നിർത്തിയതിനു ശേഷം ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വെറ്റിനറി ഡോക്ടർ ഈ ആനക്കരികിലേക്ക് എത്തുന്നു. ഈ കുങ്കിയാനയുടെ പുറത്തിരുന്നു കൊണ്ട് തന്നെ ഈ മുറിവ് പരിശോധിക്കുന്നതാണ് ഇപ്പോൾ ലക്ഷ്യം വച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ പരിശോധിച്ച് ഈ ആനയുടെ മുറിവിലടക്കം ഈ മരുന്ന് നിറയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് ആനയ്ക്ക് ആന്റിബയോട്ടിക് അടക്കം കൊടുത്ത് ആനയെ വനത്തിലേക്ക് തന്നെ തുറന്നു വിടുക എന്നുള്ളതായിരുന്നു അരുൺ സക്രി അടക്കമുള്ള സംഘത്തിന്റെ പ്ലാൻ. താങ്ക് യു സൂരജ് സജി. ആനയുടെ കാര്യം പറഞ്ഞാൽ സൂരജിന് പിന്നെ നിയന്ത്രണം തെറ്റിപ്പോകും. കാര്യം അത്രയ്ക്ക് താല്പര്യം ആന